എല്ലാവർക്കും D4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞാൻ വ്ലോഗ് എടുക്കണം എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമായി. കാരണം ആ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പെട്ടെന്ന് ഇല്ലാതായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമം. ഇനി ഞാൻ എന്ത് ചെയ്യും? പക്ഷെ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായി. അപ്പൊ അതൊരു വലിയ കാര്യല്ലേ? അപ്പൊ എന്താണെന്ന് നമുക്ക് കാണാൻ പോവാം. അപ്പൊ നമുക്ക് ഓൺ ദ വേ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ലെറ്റ്സ് ഗോ. ക്ഷമിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നിനും കുറിച്ചിട്ടല്ല, നമ്മുടെ പാരിജാത മരത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മുടെ പാരിജാതത്തിന്റെ മരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ മരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മരമാണ്. നമ്മുടെ ഈ പരിസരത്ത് നിൽക്കുന്നത് അത് തന്നെ. നമ്മുടെ ഈ പരിസരത്ത് നിൽക്കുന്ന മരങ്ങളിൽ ഏറ്റവും വലിയ മരമാണ് നമ്മുടെ പാരിജാത മരം. പാരിജാതം വളരാൻ വേണ്ടിയിട്ട് ഇതിന് മാത്രം വർഷങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ അത് വളർന്ന് പന്തലിച്ച് വലുതായി നിറച്ചും പൂക്കളൊക്കെ വീണ് സ്വർഗമാക്കി മാറ്റും നമ്മുടെ പാരിജാത മരം. എവിടെയുണ്ടെങ്കിലും ആ സ്ഥലം മുഴുവനും കേട്ടോ. അപ്പം നമ്മുടെ പാരിജാതത്തിന് ഒരുപാട് ബേസിട്ട് ഒരുപാട് സ്റ്റോറികളുണ്ട്. നമുക്കറിയുന്ന കുറേ സ്റ്റോറികളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാരിജാതത്തിനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കഥ പറയുകയും ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് പാരിജാത മരം കാണണം, പാരിജാതത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണണം. അപ്പം നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ മുറ്റം ഇപ്പം കിടക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇപ്പൊ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഇച്ചിരി ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഇതിന് തൊട്ട് മുമ്പ് ഇതിപ്പോ ഏതാ മാസം? ഇതിപ്പോ ജൂൺ അല്ലേ? നമ്മുടെ ഏപ്രിൽ മാസത്തിലാണ് പാരിജാതം പൂക്കുന്നത് കേട്ടോ. എന്നിട്ട് നിറച്ചു പൂത്തില്ലേ, നിറച്ച് പൂത്തിട്ട് നമ്മുടെ മുറ്റമൊക്കെ നിറച്ചിങ്ങനെ വെള്ളപ്പരവതാനി വിരിച്ചിങ്ങനെ. അത് സ്മെല്ലോ ഒരു ഒന്നൊന്നര സ്മെല്ല്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് നല്ല ചക്കപ്പഴത്തിന്റെ മണം വരുന്നത്. കാരണം നമ്മുടെ അമ്മപ്ലാവ് ദാ ഇവിടെ തൊട്ടടുത്ത്, നമ്മുടെ പാരിജാത മരത്തിന് തൊട്ടടുത്താണ് നമ്മുടെ അമ്മപ്ലാവ് മരം ഉള്ളത് കേട്ടോ. ഇതുണ്ടോ, 2 ചക്ക പഴുത്ത്, മുകളിൽ 4 ചക്ക ഇതുണ്ടോ. പഴുത്ത് മുഴുവൻ ചീത്തയായി പോയി. കാരണം ചക്ക എല്ലാം കൂടി പഴുത്തത് ഒരുമിച്ചായിരുന്നു ചക്ക എല്ലാം കൂടി പഴുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ വാറ്റി? അത് തന്നെ. അപ്പൊ അത് നമുക്ക് കഴിക്കാനും പറിക്കാനും എല്ലാം പഴുത്തിട്ട് മൂത്തതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സമയം കിട്ടില്ല. എല്ലാം കൊണ്ട് ഫുള്ള് ഒരു റഷ് ആയ പോലെ തന്നെയായിരുന്നു. എനിക്കിപ്പോ പാരിജാതത്തിനേക്കാളും കൂടുതൽ സ്മെല്ല് വരുന്നത് ചക്കപ്പഴത്തിന്റെ മണം. കാരണം ചക്ക അക്കരെ വെട്ടി ഇക്കരെ മണക്കൂന്നാണല്ലോ പറയുന്നത് പഴഞ്ചൊല്ല അടക്കൂട്ട. ഹലോ പ്ലീസ് മാറതോ. അപ്പൊ ഈ പാരിജാതം മുമ്പുണ്ട്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മളെ പൂക്കുന്നത് കേട്ടോ. ഏപ്രിൽ ഉണ്ടായ സമയത്ത് നിറച്ച് ഞാൻ പറഞ്ഞ പരവതാനി വിരിച്ച പോലെ. ഇത് കണ്ടോ, ഇതൊക്കെ നോക്ക്. ഞാൻ നടക്കുന്നോടത്ത് തന്നെ നോക്ക് ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇഷ്ടം പോലെ നിറച്ചു വരും. ഞാൻ എൻ്റെ ചെരുപ്പ് അഴിച്ചിട്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് ആയിട്ട് നമുക്ക് പുതിയ നെയിൽ പോളിഷ് ഉണ്ട്. അത് നെയിൽ പോളിഷ് പുതുതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്തായാലും നമുക്ക് കാണിച്ചില്ലേ പറ്റില്ല. ശരിക്കും നമുക്ക് ബ്ലഡ് പോലെ തോന്നുന്നുണ്ട് അല്ലേ പറ്റിയ? യെസ്, ശരിക്കും നമുക്ക് ബ്ലഡ് അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? താഴേക്ക് ഉണ്ടോ? അത് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ മുറ്റം കിടക്കുന്നത്. എവിടെ? ഇതാ ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് അല്ലേ പറ്റി? അതെ. അപ്പൊ നോക്കി, ഇവിടെ ഈ നക്ഷത്രങ്ങൾ അല്ലേ, നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കില്ലേ? അതുപോലെ തന്നെ നക്ഷത്രങ്ങള് നിലത്ത് വന്ന് വീണതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് നമ്മുടെ പാരിജാത പൂക്കൾ നിറച്ച് നമ്മുടെ മുറ്റത്ത് മാത്രമല്ല ഈ പരിസരം മുഴുവനും നിറച്ചും 24 മണിക്കൂറും പാരിജാതം ഇങ്ങനെ വീണോണ്ടിരിക്കും കേട്ടോ. ഒരു കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ മോസ്റ്റ് ആണല്ലേ വാറ്റി? ഒരുപാട് പാരിജാത പൂക്കളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇത് കഴിയാനായ സമയത്ത് ഒരു ബാച്ച് ഇപ്പൊ ഉണ്ടായതാണിത്. ഏറ്റവും ലാസ്റ്റ് മുമ്പത്തെ ആയിരുന്നു എന്റെ ഗായ്സ് 1.5 സീൻ നിങ്ങൾ കാണേണ്ടത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല, അറിയത്തില്ല അല്ലെ? വാറ്റി അടുത്തേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു തരാം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പാരിജാതം പൂത്ത സമയത്ത് എന്നും തന്നെ ഈ നമ്മുടെ ഈ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് എടുക്കാന്ന് ഓർത്ത് കഴിഞ്ഞാൽ അപ്പോഴേക്ക് അത് മനസ്സിലാക്കിയിട്ട് മഴ വന്നിട്ട് മുഴുവൻ വീണ് കിടക്കുന്ന മുഴുവൻ ഒഴുക്കിക്കൊണ്ട് പോകും. അപ്പൊ ആ വീണ ആ മഴ ഒഴുകിയ ഒരു ഭാഗം ഉണ്ടാവില്ല, വെള്ളം ഒഴുകിയ ഭാഗം. അപ്പൊ പൂക്കളൊക്കെ വേഗം ചീത്തയായി പോകും. അത് കഴിയുമ്പോഴേക്ക് അമ്മച്ചി മിറ്റടിച്ചിടും. അത് കഴിഞ്ഞ വാട വീണ്ടും അടുത്ത ബാച്ച് വീഴും. അങ്ങനെ വീണ് അടുത്ത മഴ വരും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പാരിജാതം എല്ലാം വീണില്ലാതെ എനിക്ക് വിഷമായി. ഒരു വ്ളോഗ് എടുക്കാൻ പോലും പറ്റില്ല. എൻ്റെ ഗായ്സിനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ചക്കര മുത്തായ പാരിജാത മരത്തിനെ ഞാൻ കാണിച്ചു തരാം. പാരിജാത മരം കേട്ടിട്ട് എന്ത് ചെയ്തു അറിയോ? മോസ്റ്റ് ആയിട്ട് സെക്കൻഡ് ബാച്ചിലേക്ക് ധാരാളത്തിനുള്ള പൂക്കള് നമുക്കിപ്പം അത്യാവശ്യത്തിനുള്ള പൂക്കള് മാത്രം എന്ന് പറയാം. അധികമില്ല, അത്യാവശ്യത്തിനുള്ള ഇതൊന്നും അല്ലട്ടോ. പൂക്കൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന നമ്മുടെ കാലൊക്കെ മൂടി പോവുക. അത് തന്നെ.
അപ്പം അത്യാവശ്യത്തിനുള്ള പൂക്കൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ നമ്മളെ പാരിജാതത്തിന്റെ അടുത്തേക്ക് പോയിട്ട് കാണാം. വാ. ഗായ്സ്, അപ്പൊ നമ്മളിനി നമ്മുടെ പാരിജാത പൂക്കളെല്ലാം പെറുക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അത് നോക്കട്ടെ, അമ്മച്ചി മമ്മി കൂടി പാത്രത്തിനടിയാണ്. ഇന്ത്യൻ ആണല്ലോ എല്ലാരും. ഇത് കണ്ടോ, ഹലോ ഇന്ദ്രന്റെ കാര്യം പറഞ്ഞത്. ആ, ഇന്ദ്രനും പാരിജാതവും തമ്മിൽ കുറെ അതൊക്കെ ഞാൻ പറഞ്ഞോളൂ. ചക്ക ചീത്തയായിരിക്കുന്നു കേട്ടോ, മുറിച്ചു വെച്ച അത് പച്ചച്ചക്കയായിരുന്നു. വന്നിട്ട് തൊറ്റടി കേട്ടോ. മഴ വന്നാ പിന്നെ എല്ലാം വേഗം പഴുത്ത് പോകും. മാങ്ങ ഇപ്പൊ മാങ്ങയുടെ ടൈമാണ്. പിന്നെ മഴക്കാലം ആവുമ്പോ ചക്കപ്പഴം മാങ്ങപ്പഴം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതൊരു വലിയ വേനൽക്കാലത്ത് ഉണ്ടാവുമായിരുന്നെങ്കിൽ മോസ്റ്റ് ആയി. സത്യം, ഇതിപ്പോ എല്ലാം മഴയത്തങ്ങൊന്നും ഉണ്ടായാ നമുക്ക് ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ പഴങ്ങളൊന്നും, പിന്നെ മോസ്റ്റ് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴങ്ങളിലൊക്കെ നിറച്ച് പുഴു ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഇതാവുന്നത്. പിന്നെ മാങ്ങയ്ക്കൊക്കെ ആണെങ്കിലും മധുരം ഉണ്ടാവില്ല. ചക്കയ്ക്ക് പക്ഷെ മധുരം ഉണ്ടാവും കേട്ടോ. മാങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ മധുരം കാണില്ല. ചിലപ്പോഴാണ് മധുരം കാണുള്ളൂ. ഇതിനൊരു ഇൻട്രസ്റ്റ് മൂഡ് വരില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നോക്കിക്കേ, ഇഷ്ടം പോലെ പാരിജാത പൂക്കൾ നോക്കുക. അതേ കാണുന്നുണ്ടോ? ഇതുണ്ടോ അതിന്റെ സോക്സും കാല്. ഇതുണ്ടോ, അതൊക്കെ ചീത്തയായ പൂക്കളാണ്. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീണ പൂക്കളാണ് കേട്ടോ. കരിഞ്ഞു കിടക്കുന്ന ഫുള്ളും പൂക്കളാണ് കേട്ടോ. കരി നടക്കുന്നില്ലേ? അതെ, മുഴുവൻ പൂക്കളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വ്ളോഗ് നമ്മൾ പറഞ്ഞോണ്ട് പോയാൽ അങ്ങനെ പറഞ്ഞോണ്ട് പോകും. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീരില്ല. അങ്ങനെയാണിത്. അപ്പൊ ഇത്രയും പൂക്കളുകൾ ഞാനിത് പെറുക്കിയെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ചീത്തയായിട്ടുണ്ട്. ഇതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളുണ്ടോ പോകുന്നേ? എന്ത് രസല്ലേ, മണത്ത് വെക്കാം. മോസ്റ്റല്ലേ എന്റെ ദൈവമേ, ഈ ഒരു പൂവിന് തന്നെ അത്രയ്ക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഈ ഒരു നക്ഷത്ര പൂവ്. ഗൈസ്, വീട്ടിലേക്ക് ആരാൻ വരുന്നുണ്ട്. വെയിറ്റ്, ക്യാമറ ഗൈസ്, നമ്മുടെ ആശാവർക്കർ ചേച്ചിമാരാണ് കേട്ടോ വന്നത്. നമ്മുടെ ആധാറെല്ലാം വാങ്ങി സെൻസസ് ഒക്കെ എടുത്തിട്ട്. അയ്യോ, അത്രയല്ല ഇച്ചിരി. ഹലോ പ്ലേസ്. പനിയും ചുമയും ജലദോഷമൊക്കെ കൊണ്ട് അറിയാവുന്നതാ. അതെ, അവരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്. അതെ, അതെങ്കിലും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഭാഗ്യം. അതെങ്കിലും അത് തന്നെ. അപ്പൊ നോക്കിക്കാൻ നേരത്തെ എടുത്ത പാരിജാതൊക്കെ ഞാൻ എവിടെയോ കൊണ്ടുവച്ചു. ഇനിയിപ്പൊ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് പെറുക്കാൻ തുടങ്ങാം കേട്ടോ. അതാ വീഴുന്നു. അതാ ഗൈസ് കണ്ടോ, കുഞ്ഞു മന്ദമാരുതൻ വരുമ്പോഴേക്കും പതുക്കെ ഒന്ന് വരുമ്പോഴേക്കും ആണ് നമ്മുടെ പാരിജാതങ്ങള് കണ്ടോ വീഴുന്നുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ നോക്ക് ഗൈസ്, ഫ്രഷ് ആയിട്ട് വീഴുന്ന പൂക്കളാണ് കേട്ടോ. അതെ, പൂക്കൾ നല്ല മണമായിട്ട് ഞാൻ ബോധം കെടുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് മോസ്റ്റ് സ്മെല്ലാണ്. അപ്പൊ നമ്മള് രാവിലെ വന്നിട്ട് ഇവിടെ ഇരിക്കുവാണെങ്കിൽ, രാവിലെ വന്നിട്ട് നല്ല പാരിജാത മരത്തിന്റെ ചോട്ടിൽ നമ്മൾ നിൽക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കസേരയും ആ ടേബിളും, ഇപ്പൊ ഞാൻ നിന്നാലും ഞാനും എന്റെയൊക്കെ തലയില് ഇഷ്ടംപോലെ പാരിജാത പൂക്കളുടെ മഴയായിരിക്കും. കഴിഞ്ഞ വർഷമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. അത്രയ്ക്ക് എന്റെ പ്രീവിയസ് ആയിട്ടുള്ള ഷോർട്സ് ആയിട്ടുള്ളൂ. ഞാൻ വീഡിയോ വ്ളോഗ് ഇട്ടിട്ടില്ല, കാരണം നമ്മള് വേറെ സ്ഥലത്തായിരുന്നല്ലോ. ഷോർട്സ് എടുത്തിട്ടില്ലല്ലോ മമ്മി. എന്റെ തലയിൽ കുറെ ഇട്ടോ. തലയിൽ ഇങ്ങനെ നമുക്ക് നോക്കും. അവര് ശരിക്കും കാണിക്കണം, 2x കാണിക്കണം. എന്റെ കാല് ഫുൾ സുപ്രഭാതത്തിൽ ചിലരൊക്കെ എക്സസൈസ് ചെയ്തിട്ട് വരുത്തി വെച്ചിട്ടുണ്ട്. നിറച്ച് നമ്മുടെ പാരിജാത പൂക്കളുടെ തലയാണ് ഞാനിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് രസമാണല്ലോ. ാണ് വീണുള്ളത്. കാരണം എന്റെ മുൻതല ആയതുകൊണ്ട്, ഋഷ്യശ്രീയുടെ തല ആയതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാരിജാത മരം നമുക്ക് കാണാല്ലേ. നമ്മുടെ പൂക്കളെല്ലാരും പരിചയപ്പെട്ടല്ലോ. നമ്മുടെ നക്ഷത്ര പൂക്കൾ പോലത്തെ പാരിജാതാണ്. പിന്നെ ഓരോരുത്തർ ഫേക്ക് ആയിട്ട് ഇറക്കുന്നുണ്ട് കുറെ പാരിജാതം അതായതാന്നൊക്കെ പറഞ്ഞിട്ട്. നിശാഗന്ധിനെയൊക്കെ പറഞ്ഞിട്ടാണ് പാരിജാതം എന്നൊക്കെ പറയാം. എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് ഈ ഫേക്ക് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. മനസ്സിലായല്ലോ. അതിപ്പം ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഫേക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം അതൊരു മോസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ പാരിജാത പൂക്കൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പാരിജാത പൂക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മഴയുടെ സമയത്താണ് നമുക്ക് ഇവനെ കാണാൻ കിട്ടുക. നോക്കി വെച്ചാൽ ഞാൻ ഇവന്റെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് എടുക്കണം ഞാൻ ഓർത്തായിരുന്നു. 2x സൂം ചെയ്യണം. കാണിക്കേ, ഞാൻ കാണിച്ചു തരാം. ഇവൻ നമ്മുടെ മഴയുടെ സമയത്താണ് ഗൈസ് ഉണ്ടാവാറ്. കണ്ടോ, എന്താ ഇതുണ്ടോ മേത്ത് വലിയൊരു ഷെല്ലും കൊണ്ട് നടക്കുന്നത് കണ്ടോ.
ഇത് നമ്മുടെ ചക്കര സ്നെയിലൂട്ടനാണ് കേട്ടോ, സ്നെയിലൂട്ടൻ. അപ്പൊ ഞാൻ പാല് വാങ്ങാൻ പോകുമ്പം റോട്ടിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്നിട്ട് ഇവനെ എന്ത് ചെയ്യുന്നറിയോ, റോട്ടിൽ നിന്ന് എടുത്ത് മാറ്റും. കാരണം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. അയ്യോ, ഞാനൊരു ദിവസം സ്കൂളിലേക്ക് പോവാനുണ്ടോ, സ്കൂളിലേക്ക് പോകുന്ന സമയത്തുണ്ട് എന്താണെന്നറിയോ, നടുക്ക് തന്നെ ഒരു കുറച്ച് പിള്ളേർ അങ്ങോട്ട് പോവാ, നടുക്ക് തന്നെ ഒരു സ്നെയിലിന്റെ ഗായ്സേ. എനിക്കതിനെ രക്ഷിക്കാൻ പറ്റിയില്ല ഗായ്സേ. അതിനെ വണ്ടി ഇടിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടോ കറക്റ്റ് എനിക്കൊരു റിങ് ഇട്ട് തന്ന പോലെയാണ്. ഇപ്പൊ നോക്ക്, എന്തുകൊണ്ടോ അവന് 2 കണ്ണുള്ളൂ, 4 കണ്ണുണ്ട് കേട്ടോ. അടിക്കണ്ട് 2 കണ്ണുണ്ട്. മറ്റേ സ്നെയിൽസിന്റെ ഒക്കെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ കേറി പോകും. അതുകൊണ്ടോ ഞാൻ ഇതുകൊണ്ടോ ഈ നിൽക്കുന്ന അതിന്റെ കണ്ണാണ്. നമുക്ക് ആ കണ്ണിലൊന്ന് കുത്തി വെക്കാം. അയ്യോ എന്താ ഇതോ, അയ്യോടാ അത് കറക്റ്റ് കിട്ടിയില്ല. ഇതുണ്ടോ സൂം 2 കണ്ണി കുത്താം. ടിഷ്. അതാ കാണുന്നുണ്ടോ നമ്മുടെ ചക്കരേനെ കാണുന്നുണ്ട്, ചക്കരേന്റെ കണ്ണ് കാണുന്നില്ല. അത് നമുക്ക് എന്റെ നേരെ കണ്ടുപിടിക്കുന്നുണ്ട്. ഹായ് കുഞ്ഞേ, എന്ത് രസാലേ. ഈ മഴക്കാലത്താണ് ഇവൻ നമുക്ക് മോസ്റ്റ് ആയിട്ട് കാണാനും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ കണ്ടോ, നോക്കി ചെയ്യോടാ, എന്ത് രസാലേറ്റ്. പക്ഷെ അവന്റെ ഗ്ലൂ എന്റെ മേത്തത് ആവുന്നുണ്ട് കേട്ടോ, അട്ടനൊക്കെ ആവുന്ന പോലെ അല്ലേ. അതെ. അപ്പൊ എന്തായാലും ഇവൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. എന്തായാലും നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പാരിജാതത്തിന്റെ കാര്യം അപ്പൊ നമുക്ക് സ്റ്റോറി പറഞ്ഞില്ല അല്ലെ. നമുക്ക് നമ്മുടെ മരമൊക്കെ ഒന്ന് ശരിക്കും കണ്ട് അതിന്റെ കൊമ്പൊക്കെ, ഇത് ഇവിടെയൊക്കെ ഒരു ഒരു കൊമ്പ്, ഈ നിൽക്കുന്ന കൊമ്പുണ്ടോ, ഈ കൊമ്പ് ഇവിടെ നിൽക്കുന്ന കൊമ്പുണ്ടോ, ഈ കൊമ്പിനകത്ത് നമ്മുടെ ഈ ബോൾസ് ഐസ്ക്രീം ബോൾസ് ധാരാളം നമ്മള് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന് ആ കൊമ്പ് ഉണങ്ങിപ്പോയി. ഇപ്പൊ അതിന്റെ തൊട്ട് നമ്മുടെ പെരേന്റെ മുകളിലേക്ക് ഇപ്പൊ നോക്ക് ഒരു കൊമ്പ് നിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, പെരേന്റെ മുകളിലേക്ക് ഒരു കൊമ്പ് നിപ്പുണ്ട്. അപ്പൊ അതിനകത്താണ് നിറച്ച് പൂക്കൾ ഉണ്ട്, അതിനകത്ത് നിറച്ച് പൂക്കളുണ്ട്. അപ്പൊ ഞാൻ മിക്കവാറും രണ്ടാമതൊരു വ്ളോഗും കൂടി ഇടും. കാരണം എനിക്ക് പെരപ്പുറത്ത് കയറിയത് കൊമ്പ് പറിച്ചിട്ട് എനിക്ക് വ്ളോഗ് എടുക്കണം എന്ന് ആഗ്രഹം കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഈ പാരിജാതം പൂവ് ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കില് ഒരു മെലിഞ്ഞൊരു സ്റ്റാൻഡ് ഉണ്ട്, മെലിഞ്ഞൊരു സ്റ്റാൻഡ്. അതിനകത്ത് ഏകദേശം ഒരു 10, 30, 50 പൂക്കൾ അങ്ങനെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് അങ്ങനെ മോളിൽ നിന്ന് ഉണ്ടായി നമ്മുടെ ഈ അണ്ണാൻമാലൻ ഓർക്കിഡൊക്കെ പോലെ അങ്ങനെ മോളിൽ നിന്ന് ഉണ്ടായോ കൊഴിഞ്ഞു പിന്നെ താഴെ നിന്നുണ്ടായോ കൊഴിഞ്ഞു ലാസ്റ്റ് അത് ഉണങ്ങി വീഴും. ഡിസംബർ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഈ പാരിജാതത്തിന്റെ ഇല പൊഴിയുന്നതും. പൂവിന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു മാസത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജൂണിലേക്ക് ഇങ്ങനെ അധികം നിക്കാറില്ല, ജൂണിൽ ഇങ്ങനെ ഫ്ലവർ നിക്കാറില്ല. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാരിജാതം ഇപ്പൊ വീലിരിക്കുന്നതിന് പൂ വീണിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ഇവൻ എന്റെ കയ്യിൽ ആവരണമായിട്ട് നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല എന്താണ് എവിടെയാണെന്ന് നമ്മുടെ സ്നെയിൽ കുട്ടനും മനസ്സിലാവുന്നില്ല. നമുക്ക് പാരിജാതത്തിന്റെ കഥയിലേക്ക് കിടക്കാം. കുറെ നേരം പറയുന്നു, ഇനി പറയില്ല, വാ അതിന്റെ അടുത്തേക്ക്. പാരിജാത മരം എന്ന് പറയുന്നത് ഇതാ ഇവനാണ് നമ്മുടെ പാരിജാത മരം എന്ന് പറയുന്നത്. അപ്പൊ ഈ മരത്തിലായിരുന്നു നമ്മൾ അന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കട്ടപ്പുഴുവിനെ എടുത്ത് ഓർക്കുന്നുണ്ടോ, നല്ല രസമുള്ള കുട്ടിമണ്ണിന്റെ രോമം പോലെ എന്നൊക്കെ പറഞ്ഞ പുഴു. ആ പുഴുക്കുട്ടൻ നമ്മുടെ ഈ പാരിജാത മരത്തിലായിരുന്നു ഗായ്സ് ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ പാരിജാത മരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന പോലെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ചെറുതാന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല, അത്രയ്ക്ക് മോസ്റ്റ് വലിയ മരം. ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗത്തില് സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുകളിൽ നിന്നുള്ളൊരു ഷോട്ട്സും അതുപോലെ തന്നെ എന്താ പറയുക ഈ പൂക്കളുടെ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാമായിരുന്നു. അപ്പം നമുക്കിപ്പോൾ എങ്ങനെയാണ് പെട്രോളും എടുക്കാൻ. അപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പാരിജാതത്തിൻ്റെ വേരാണിത് കണ്ടോ, ഇങ്ങോട്ട് പോകാൻ പറ്റി. ഇതുണ്ടോ, ഇത് നമ്മുടെ പാരിജാത മരമാണ്. ഈ പാരിജാതത്തിന്റെ വേരാണ് ഗായ്സ്. കൈയും കാലൊക്കെയാണ് ഇതാ ഇത് ഈ പോയേക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഇത് പ്ലാവിന്റെ വേരാണ്, ഇത് പാരിജാതത്തിന്റെ വേരാണ്. ഇതുണ്ടോ, ഇങ്ങോട്ട് കൈ കോർത്താ നിൽക്കുന്നത്. അവര് നമ്മുടെ ഭൂമിന്റെ പുറത്ത് അവര് അടുത്തടുത്തല്ലെങ്കിലും ഭൂമിന്റെ അടിക്ക് അവര് അടുത്തടുത്താണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതൊക്കെ പാരിജാതത്തിന്റെ വേരാണ് കേട്ടോ.
അപ്പം പാരിജാതത്തിന് വലിയൊരു വേറൊരു സ്പെഷ്യാലിറ്റി, മുഴുവൻ സ്പെഷ്യാലിറ്റി ആണ്. അയ്യോ അപ്പൊ ഞാൻ ഞെട്ടി. നീറ്റൊന്ന് പിടിച്ചേ. ഹലോ പ്ലീസ്. ഡ്രസ് എന്താ പ്ലീസ്, ഇവിടെ എപ്പോഴും ഇവിടെയൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ മേത്ത് ഉറുമ്പ് പ്രാണികളൊക്കെ നമ്മുടെ മേത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് വീണ് നമ്മളെ ശല്യപ്പെടുത്തും. പറ്റില്ല, അവർക്കൊരു വിനോദമാണ്. യെസ്, കടിച്ചു പറിക്കുന്നത്. അതെ, അപ്പൊ നമ്മൾ ആദ്യം അടക്കണ നിന്നോ, അപ്പുറത്തൊന്നും ഞാൻ പാചകത്തിന് ഇപ്പുറത്ത് വന്നിട്ട് വ്യൂ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. ഇവിടെ നിക്കണ്ടേ? അവിടെ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ചക്കരമുത്ത്, നമ്മുടെ സ്വന്തം പാരിജാത മരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്തേക്ക് വരണം, ശരിക്കും വരണം, ശരിക്കും കാണിക്കണം എന്റെ പാരിജാതത്തിനെ. ഇതുണ്ടോ ക്യാമറ, എന്റെ സ്വന്തം പാരിജാത മരത്തിനെ നമുക്ക് എന്തിഷ്ടം എന്നറിയോ ഗായ്സേ? ഇതുണ്ടോ നമ്മുടെ ചക്കര കുട്ടി പാരിജാത മരം, കണ്ടോ നമ്മുടെ ചക്കര മരമാണ് കേട്ടോ. ഇതുണ്ടോ ശരിക്കും മുകളിലേക്ക് നമുക്ക് അങ്ങനെ കാണില്ല. ഇതുണ്ടോ പാരിജാതത്തിന്റെ കമ്പാണ്. ഇതുണ്ടോ അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. ഇതുണ്ടല്ലേ പറ്റി. അപ്പം എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പാരിജാത മരം. പെട്ടെന്ന് ഞാൻ രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോ എന്താ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാരിജാതം ഇല്ലേ ഈ അടിഭാഗം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പാരിജാത മരം ഒന്നും കാണുന്നില്ല, മുറിച്ചിങ്ങനെ മുറിച്ചിട്ട് അടിഭാഗം മാത്രം. ഈ പറമ്പൊക്കെ ഇങ്ങനെ മണ്ണും കൊണ്ട് മാന്തിയിട്ടേക്കുന്നത്. ഇങ്ങനെ നിലവിളിച്ച് കരയുന്നതാണ്. കാരണം ഈ മരമായിട്ട് നമുക്ക് ഈ മരം എന്നല്ല, നമ്മുടെ ഈ പരിസരത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു മാവാണ്. ഈ മാവ് കന്നി കായ്ച്ച മാവാണ്. ഈ മാവിന്റെ മാങ്ങ നാട്ടുമാങ്ങയാണ്. അത്രയ്ക്ക് പുളി എന്ന് പറഞ്ഞാൽ സ്മെല്ല് മോസ്റ്റ്, പക്ഷെ ഭയങ്കര പുളിയാണ്. അയ്യോ ഇപ്പൊ നിന്നാ ചിലപ്പോ തലയിലേക്ക് വീഴും, പക്ഷെ ചതിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഒരുപാട് ഇവിടേക്ക് മാങ്ങകളും കൂടെ വീഴുന്നുണ്ട് കേട്ടോ. അതിന്റെ തൊട്ട് ബാക്കിൽ ഇത് അടുത്തൊരു മാവുണ്ട്. നമ്മുടെ കുട്ടി മണിയെ, ഇത് കണ്ടോ കുട്ടിന്ന് പോയിട്ട് വരാം. ഇത് ലൈക്കമണി ഇത് എവിടെ കിടന്ന് ഉറങ്ങുവാണ്. കുട്ടി മണി ഇതല്ലോ നമ്മുടെ കുട്ടൂസ് കണ്ട എന്റെ ദേമി, അവനെ വീഡിയോ എടുക്കാൻ വിളിച്ചത് അവന്റെ മേത്ത് വരെ പാരിജാത നോക്കി നിർത്തിയാടി. എന്താലേ പാരിജാതത്തിന്റെ കുസൃതി അതാ. വീണ് കഴിഞ്ഞതുണ്ടോ കൂട്ടിന്റെ ഒക്കെ ഇതാ അവസ്ഥ. അവിടെയൊക്കെ നോക്കാം എന്തോരാ വെള്ളം മുഴുവനുണ്ടേ. ഉണ്ടോ കുറ്റിമണിനെയും കൂടി വീഡിയോ വെക്കാൻ വേണ്ടി കുഞ്ഞ് വിളിക്കാൻ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ചക്കരക്കുട്ടി, അല്ല ചക്കരക്കുട്ടി. അപ്പൊ നോക്ക് നമ്മള് പറഞ്ഞെന്നെ ഉണ്ടാക്കണ്ടോ. ഇനിയിപ്പോ അവൻ കിടന്ന് കാണാൻ തുടങ്ങും. സന്തോഷായില്ലേ? അതെ, കറണ്ടില്ല, ഭാഗ്യം. ഇതാണ്ടോ ഞാൻ ഈ വേണ്ട ഇതാണ്ടോ, ഇതാണ് അടുത്ത മാവ്. ഈ മാവ് പിന്നെ കുറച്ച് നാളെ 2-3 വർഷമോ ആയിട്ടുള്ളൂ ഇങ്ങനെ കായ്ക്കാനായിട്ട്. അത് നമ്മുടെ ഇതാണ് ഗോമാങ്ങയാണ്, പേരക്ക മാങ്ങ എന്നൊക്കെ പറയും. അപ്പം എന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരിജാതം ഒരു മോസ്റ്റ് മരം തന്നെയാണ്. പാരിജാതത്തിന്റെ നമ്മള് തൈ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ നമ്മളതിന്റെ കമ്പ്, മൂത്ത കമ്പ് നമ്മൾ നട്ടാൽ മതി. പെട്ടെന്ന് തന്നെ പാരിജാതം പിടിച്ച് 2-3 വർഷങ്ങൾക്കുള്ളിൽ ഇതേപോലെ കുഞ്ഞിതാണെങ്കിലും ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. മോസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ പാരിജാതത്തിന്റെ കമ്പ് നമ്മുടെ പപ്പ പരപ്പനങ്ങാടിന്നാണോ ഇരുളത്ത് നിന്നാണെന്ന് അറിയില്ല, അവിടെ എവിടെ പോയപ്പോ ഒരു വീട്ടിൽ നിന്ന് പപ്പ കൊണ്ടുവന്നതാണ്. അങ്ങനെ പപ്പ നട്ട പാരിജാത മരാണിത്. അതാണിപ്പോ ഒരുപാട് പൂക്കള് നമുക്കിങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് നല്ല മണമെന്നറിയോ. വീട്ടിലേക്കൊക്കെ അല്ലേ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആർക്കെങ്കിലും വന്നാൽ ഞാൻ വനാണ് പോകാൻ തന്നെ ആർക്കുന്നുള്ള. കാരണം ഫ്രഷ് എയർ നല്ല, കാരണം കുറേ മരങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ നമുക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റും ഫസ്റ്റ് നമ്മൾ നട്ടു വളർത്തേണ്ടത് ഒരുപാട് നമുക്ക് തണല് തരുന്ന പ്ലാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സും കൂടി കിട്ടും. മരം മോസ്റ്റ് ആണ് മാവ്. അതുപോലെ തന്നെ പാരിജാതം, ഇതിന്റെ ഒക്കെ കമ്പ് നട്ട് കഴിഞ്ഞാൽ ധാരാളം പൂക്കള് നമുക്ക് ഇഷ്ടം പോലെ പൂക്കള് നമുക്ക് കിട്ടും അല്ലേ മാറ്റി. അപ്പൊ പാരിജാതത്തിന്റെ ഐതിഹ്യം എന്താ നിങ്ങൾക്ക് അറിയോ? പാരിജാതത്തിന് വലിയൊരു ഐതിഹ്യം ഉണ്ട്. ആ ഐതിഹ്യത്തിന് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പല പല സ്റ്റോറികളുണ്ടാവും, പക്ഷെ നമുക്ക് അതിന്റെ മോസ്റ്റ് കഥ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അല്ലേ. നമുക്ക് എന്താ നോക്കാം മാറ്റി ഇങ്ങോട്ട്. അപ്പൊ ഇനി അടുത്തൊരു മഴേന്റെ ഒരു കോളും കൂടി നമ്മൾ കാണുന്നുണ്ടല്ലേ. ഈ മഴയാണ് ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നത്. ഇതുണ്ടോ ഈ ടേബിൾ ഇപ്പൊ ഞാൻ കുറച്ച് നേരം ഇവിടെ കൊണ്ട് വിളിച്ചിട്ട് മഴ പെയ്തു. അപ്പോഴേക്കും മഴ പെയ്യുന്നല്ല, പൂ വീണതാണ് പൊട്ടനെ. ഹലോ പ്ലീസ്. ഇതുണ്ടോ പാരിജാത പൂവിനുണ്ടോ 5 ഇതളുകളാണുള്ളത് കേട്ടോ. 5 ഇതളാണ് ഉള്ളത്. ഇനി മറ്റേ ക്യാമറ വൈഡ് ആക്കിക്കോട്ടോ. ഇനി വൈഡായിട്ട് ഞാൻ കഥ പറയാൻ. വൈഡ് ആംഗിൾ സിംലാപ്പിളാണോ? അതെ. അപ്പൊ നമ്മള് മോസ്റ്റ് എടുക്കാത്ത പറയാൻ വേണ്ടി പോട്ടോ. അപ്പൊ കഥ വേറെ ഒന്നല്ല, 1x ആണേ. നമുക്ക് എന്ത് ചെയ്യാം, പാരിജാത പൂക്കളുടെ നടുവിലിരുന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്ക്, നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പറവ പോലെ പാറണം. ഇനി മാറ്റി മോളി പോണം. ഞാൻ ഇവിടുന്ന് പറയാം. എന്റെ കായ്സേ, എന്റെ കാല് ബസ്സിൽ കയറിട്ട് എനിക്ക് നടക്കാൻ പോലും.
പാരിജാതം സന്തോഷം എനിക്ക് ഇഷ്ടമാണ് നിറച്ചും നല്ല മണം. നിന്ദ സിഗലും സിംബ സിംബ റിപ്പോസ്. ഇതുണ്ടോ നോക്കിട്ട്, ഇതൊക്കെ നല്ല ഫ്രഷ് പൂക്കളെ നോക്കുക പറ്റി. കാണുന്നുണ്ടോ എന്റെ സോക്സും കാലും കാണിക്കേ. എന്റെ ദൈവം എന്താവാ മറ്റേ വല്ല പ്രശ്നം ഉണ്ടോ? ഹലോ പ്ലേസ്. ചിലരൊക്കെ കുറച്ച് മുമ്പാട്ടോ സോക്സ് കഴിച്ചത്. എന്ത് അല്ല അതെ ഓർത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നീ അവരെ താഴേക്ക് ചാടുക, ഞാൻ അവിടെ ഇരിക്കും. കുഞ്ഞാറ്റി നേരത്തെ പറയണ്ടേ, കാലമാണ് എന്റെ. അമ്മച്ചിയാണല്ലോ ഗായ്സ് എന്നോട് മത്സരിച്ച് അമ്മച്ചി എന്നും എന്ത് ചെയ്യുന്ന അറിയോ ഗായ്സേ? എന്നും അമ്മച്ചി പാരിജാതം അടിച്ചു കളയും. ഞാൻ പറയാം അമ്മച്ചി എനിക്ക് നാളെ വീഡിയോ എടുക്കണം, ഇന്ന് വീഡിയോ എടുക്കണം. അമ്മച്ചി പറയും മിറ്റ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലടാ, ആരിലും വന്നാലും ഇങ്ങനെ അങ്ങനെ പറയൂ കേട്ടോ. അയ്യോ നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഗായ്സ്, കാലന്ന് കൊച്ചിപ്പോട്ട് സ്റ്റെപ്പിൽ നിന്ന് മടുക്കുന്ന വേദന അപ്പോഴും കൂടി എനിക്ക് ഇതിന്റെ ഉള്ളിൽ വേദന. അയ്യോ എന്തിനാ വേദന ചോദിച്ചാല് ഇവിടെ ഇതിന്റെ ഉള്ളില് ചെളിയായില്ലേ? കൊച്ചിന്റെ കാല് നിറച്ചും ചെളിയായിട്ടുണ്ട്. പാരിജാതത്തിൽ പരവതാനിയിൽ നടന്ന് കാരണം മഴയും കൂടി പെയ്തുകൊണ്ട് മോസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കഥ നമുക്ക് തുടങ്ങാല്ലേ. കഥ വേറൊന്നല്ല, നമ്മുടെ ചക്കര പാരിജാതത്തിന്റെ മരത്തിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലാഴി മദനത്തിന്റെ സമയത്ത് നമ്മുടെ പാലാഴിയിലേക്ക് അറിയാലോ, പാലാഴി മനസ്സിലായല്ലോ എന്ത് ഉദ്ദേശിച്ചത്? പാലാഴി മദനം. അപ്പൊ പാലാഴി കടഞ്ഞ സമയത്ത് നമ്മുടെ ഗന്ധർവന്മാരുടെ അടുത്തുനിന്ന് കുറെ സാധനങ്ങളൊക്കെ ഐശ്വര്യങ്ങളെല്ലാം നമ്മുടെ കടലിലേക്ക് താന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പാലാഴി കടയണമെന്ന് പറഞ്ഞത്. ആര്? മഹാവിഷ്ണു പറഞ്ഞത്. ആ സമയത്ത് പാലാഴി കടഞ്ഞപ്പം നമ്മുടെ ഒരുപാട് അമൃത് വന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അമൃതിന് വേണ്ടിയിട്ട് അവര് പറയുന്നു, പക്ഷെ പുറമെ വേറെ കുറെ കാര്യങ്ങൾ ഐശ്വര്യങ്ങളും താന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐശ്വര്യങ്ങളെ എല്ലാം വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൽപ്പവൃക്ഷം, അത് തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിന്റെ കൂടെയാണ് നമ്മുടെ പാരിജാത മരം കൂടി വന്നത്. ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ പാരിജാത മരം എവിടെയുള്ള മരം? നമ്മുടെ സ്വർഗലോകത്തിലെ മരമാണ് നമ്മുടെ പാരിജാത മരം എന്ന് പറയുന്നത്. യെസ് ഗായ്സ്, അപ്പൊ നമ്മുടെ സ്വർഗത്തിലെ ദേവന്മാര് ഭരിക്കുന്ന നമ്മുടെ സ്വർഗലോകത്തിലെ മരമാണ് നമ്മുടെ പാരിജാത മരം എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും സുഖഭോഗങ്ങളാണ്, മോസ്റ്റ് സുഖമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ അസുരന്മാര് എപ്പോഴും സ്വർഗം കീഴടക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ അസുരന്മാര് വന്ന സമയത്താണ് സ്വർഗം എന്തായി പോയത്? മുഴുവൻ സ്വർഗത്തിൽ ഈ സാധനങ്ങൾക്കൊക്കെ അസുരന്മാരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പാലാഴിയിലേക്ക് പോയി താന്നു പോയത്. അപ്പൊ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പാലാഴി കടഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു. എല്ലാവരും സ്വർഗത്തിലേക്കാണ് തിരിച്ചു പോയി. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും പിന്നെയും തിരിച്ചു വന്നു അല്ലേ പറ്റി? അപ്പൊ അങ്ങനെ കൂടെ വന്ന ആളാണ് നമ്മുടെ പാരിജാത മരം എന്ന് പറയുന്നത്. കൂടെ തന്നെ കൽപ്പവൃക്ഷം ഉണ്ട്. പക്ഷെ കൽപ്പവൃക്ഷം നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. ശരിക്കും കൽപ്പവൃക്ഷം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ആൽത്തറയാണ്. ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും സാധിക്കും, അതല്ല വലം വെച്ചാല്. പക്ഷെ കൽപ്പവൃക്ഷത്തിന്റെ കൽപ്പവൃക്ഷം വേറെയാണ് കേട്ടോ. ആണോ? അപ്പൊ തെങ്ങിന്റെ ചോട്ട് എന്ന് പറഞ്ഞ തേങ്ങ വീഴുവോ? ക്യാറ്റ് ഫുഡ് തരണേ മതി മീശ. മീശുട്ടി അയ്യോടാ തെമ്മാനോ തെമ്മാടി മരുന്നുണ്ടോന്നോ നോക്കിയ കയ്യില്. എന്നെ കറി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എന്നെ മരുന്ന് കൊടുക്കുന്ന ആളിവിടെ വാവാറ്റിയ. പക്ഷെ വാവാറ്റിനോട് ഒരു ദേഷ്യമില്ല, പക്ഷെ പിടിക്കുന്ന ഞാനാണ്, അതുകൊണ്ടാണ് എന്നോട് ദേഷ്യം. എനിക്ക് വരില്ല, പേടിയല്ല, മരുന്ന് കൊടുക്കുന്നുള്ള ടെൻഷൻ. എന്തൊരു കഷ്ടം. എന്നോട് ആരും എന്റെ കുന്തൻ കുന്തൻ എന്റെ കൂടെ വന്നേ. എന്റെ ചക്രത്തെമുണ്ടിയാണോ? തെമ്മാടിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മുടെ മീശയ്ക്ക് പോലും നമ്മൾ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ പോയത്. തെമ്മാടി ഉണ്ട് എന്ത് സ്നേഹം, എവിടെ പോയാലും മീശേനെ പോലെ കൂടെ വരും. കണ്ടോ ഇപ്പൊ പോയത് അമ്മച്ചീന്റെ അടുത്ത് പോയി നിന്നിട്ട് പറയുന്നു എന്താ അല്ലേ. അപ്പൊ ഗായ്സ് എന്തായാലും നമ്മുടെ ഇവിടെ ഉറങ്ങാൻ വരും. അത് തന്നെ കൂടെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. തെമ്മാടിക്ക് നോക്കെന്റെ മേത്ത് കയറിയത് തെമ്മുട്ടി എന്താടാ നമ്മുടെ തെമ്മാടിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് കുഞ്ഞിന്റെ മുഖം പാണ്ടിലോറിന്റെ മുമ്പിൽ കേട്ടോ. മഞ്ഞ പാണ്ടിലോറി നിങ്ങൾക്ക് അറിയാം കാഴ്ച തമിഴ്നാട്ടിലൊക്കെ ഉള്ള കണ്ടോട്ടോ. കാരണം ഇത് ഈ ഭാഗം കണ്ടോ. തെമ്മാടിനെ വിളിക്കാം, തെമ്മാടിനെ വിളിക്കാം. തെമ്മാടി തെമ്മാടി വിളിക്കാം തെമ്മൂച്ചേ തെമ്മാടി
തെമ്മാടി കുഞ്ഞിനിപ്പൊ കളയണ്ടേ? ഇനിയാണ് മേത്തെ ഇറച്ചിയില്ല, നിറച്ച എല്ല് മാത്രം. കടിക്കാനുള്ള ഇറച്ചിയൊന്നുമില്ല. കുഞ്ഞ് ഭയങ്കര സ്ലിം ബ്യൂട്ടനാണ്, സ്ലിം ബ്യൂട്ടൻ. എന്നെ മാന്താനാ എന്റെ വരുന്നേ. കണ്ടോ, മൂക്കില്ലാത്തടത്ത് കസ്തൂരി എന്നാണ് നമ്മൾ ഇതിന് പറയുക. അയ്യോ നിങ്ങൾ കണ്ടില്ലേ, അതാണ് പാണ്ടിലോറി മുഖം, മനസ്സിലായില്ലേ? മഞ്ഞ ലോറി നിങ്ങൾ കണ്ടിട്ടില്ലേ, അതാണ് തെമ്മാടിന്റെ മുഖം. ഗായ്സ് ഇപ്പൊ നമ്മള് കഥ പറഞ്ഞു തരത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ മണം വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തല കറങ്ങി പോന്നു. വീണോ തല ഇറങ്ങി? ഞാൻ ചിലപ്പോ അവിടെ നിന്ന് നോക്ക്, മോസ്റ്റ് തല ഇറങ്ങി വീഴും നമ്മള്. അത്ര സ്മെല്ല അവിടെ, ഭയങ്കര സ്മെല്ലാട്ടോ പൂവിന്റെ. മണാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പൂവിന് തന്നെ അത്രയ്ക്ക് സ്മെല്ലാണ്. സ്മെല്ല് അറിയില്ല, അവര് സ്മെല്ലിപ്പിക്കാം. സ്മെല്ലിക്ക് ഗായ്സ് അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ പാരിജാതത്തിന്റെ കഥ നമ്മൾ അത്രയും പറഞ്ഞു. എന്ത് സ്വർഗത്തിലെ മരാണെന്ന് പറഞ്ഞൂലേ. അപ്പൊ അങ്ങനെ നമ്മുടെ എന്താണ്, എങ്ങനെ ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്നുള്ള നമ്മുടെ പാരിജാത മരം വന്നതെന്ന് നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ മോസ്റ്റ് ആയിട്ട് നമുക്ക് ആ സ്റ്റോറിയും കൂടി നമുക്ക് കേൾക്കണം എന്നല്ല, അത് കേൾക്കണ്ടേ, പറയണ്ടേ? എനിക്ക് ചക്കപ്പഴം കഴിക്കാൻ തോന്നുന്നു. ചക്കപ്പഴത്തിന്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് ആ കഥയും കൂടി കേൾക്കാം. പിന്നെ മുറ്റത്തുനിന്നേ പിന്നെ നല്ല മണം സത്യഭാമയ്ക്ക് വന്നു. അവരൊക്കെ വേറെ വേറെ വീട്ടിലല്ലേ. അപ്പൊ സത്യഭാമ ഇങ്ങനെ പറഞ്ഞു, അത് പിന്നെ ഭഗവാനെ അതിന് അവിടുന്ന് നല്ല പൂവിന്റെ മണം വരുന്നുണ്ടല്ലോ, അത് എന്താന്ന്. അപ്പൊ ഞാൻ രുക്മിണി ദേവി പിന്നെ നല്ലൊരു മണമുള്ളൊരു പൂവ് ഇങ്ങനെ നട്ടു വളർത്തുന്നുണ്ട്, പിന്നെ അതിന്റെ മണ വരുന്നേന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട കൊടുത്തൊരു പിന്നെ ചെടിയാന്ന് പറഞ്ഞു. അപ്പൊ സത്യഭാമ പറഞ്ഞു, ഓ എനിക്കും വേണം അങ്ങനെ ഒരെണ്ണം കൊണ്ടുതരണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണൻ വേഗം സ്വർഗത്തിൽ നിന്ന് പാരിജാതം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ഈ സത്യഭാമയ്ക്ക് കൊണ്ട് കൊടുത്തു. സത്യഭാമ എന്നിട്ട് അത് നട്ട് നനച്ച് അത് വലിയ മരമായി പൂത്തു. പൂ മുഴുവനും രുക്മിണിയുടെ നിൽക്കും. അതാ അങ്ങനെയാണ് കഥ. അതെല്ലേ. അപ്പച്ചി ഇപ്പൊ സത്യഭാമ രുക്മിണി ആരാ? ശ്രീകൃഷ്ണന്റെ ഭാര്യമാര് രണ്ടുപേരും. കണ്ടോ ഗൈസ്, കൃഷ്ണന് എത്ര ഭാര്യമാരുണ്ട് അമ്മച്ചി ടോട്ടല്? 16,000 കാമുകിമാർ എന്നൊക്കെയല്ലേ പറയുന്നത്. വൈഫ് എത്രയുണ്ട് അപ്പൊ ശരിക്കും? ഇവരെ രണ്ടുപേരെ എനിക്കറിയാവുള്ളൂ. വൈഫാ? നിങ്ങൾ പറ, കൃഷ്ണൻ എത്ര വൈഫ് ഉണ്ടോ നിങ്ങൾ പറയും. പാട്ടുകളിലും കഥകളിലൊക്കെ പറയുന്നത് 16,000 ഗേൾ ഫ്രണ്ട്സ്. അത് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നാ പറയുന്നത്. വൈഫിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരി, ഇവർ രണ്ടുപേരും കൃഷ്ണൻ തന്നെ രാധ. അപ്പൊ അവര് തമ്മിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും എക്സാക്ട് ലവ് എന്ന് പറഞ്ഞാൽ അതല്ലേ? അതന്നെ, ശരിക്കും നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ എന്തിനും കല്യാണം കഴിക്കണം, അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ അവരന്നെ നമ്മള് അങ്ങനെ ആവശ്യമില്ലല്ലോ അല്ലേ? ശരി, അത് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നവർക്കാണ് മനസ്സിലാവുള്ളൂ. പക്ഷെ കൃഷ്ണൻ രാധേനെ കല്യാണം കഴിച്ചില്ല, രുക്മിണി. പക്ഷെ അവരൊക്കെ ദേവീന്റെ അവതാരങ്ങളാണ്. ഇല്ല, കഴിക്കൂല. പിന്നെ മധുരയ്ക്ക് പോയപ്പോഴത്തേക്കും പിന്നെ രാധ വേറെ എന്തൊക്കെയോ ആയി, രാധ എന്തൊക്കെയോ ആയി പോയി. കൃഷ്ണൻ പിന്നെ മധുരയിൽ നിങ്ങൾ വന്നില്ലല്ലോ. അതന്നെ, അതാണ് അവരുടെ സ്നേഹം. പക്ഷെ അവരുടെ സ്നേഹം പ്യുവറായിരുന്നു. സത്യം. ഈ ദേവിമാരെല്ലാവരും കൃഷ്ണന്റെ വൈഫായിരിക്കുന്ന ദേവിമാർ, അവരൊക്കെ അവരുടെ നമ്മുടെ ലക്ഷ്മി ദേവിന്റെ പല 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 അവതാരങ്ങളാണ്. അതെ, മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണല്ലോ കൃഷ്ണനും പിന്നെ ആരാ, അപ്പം എന്താ പറയാ, കൃഷ്ണന്റെ കുറെ അവതാരം. ദേവിന്റെ ദശാവതാരം, മഹാവിഷ്ണുവിന്റെ അവതാരം. അതന്നെ, കൃഷ്ണൻ എന്ന് പറയുന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. എനിക്ക് തോന്നുന്നു 9ാമത്തെ അവതാരം തോന്നുന്നു കൃഷ്ണനാ, 10ാമത്തെ ആണ് കൽക്കി. അപ്പം കഥ പറഞ്ഞ് നമ്മള് ഏതോ പുരാണങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിന്റെയും അവതാരങ്ങളാണ് ഇവരെല്ലാരും. ആര്? നമ്മുടെ അപ്പൊ ലക്ഷ്മിന്റെ അവതാരത്തിലാണ് രുക്മിണി വരുന്നത്, സത്യഭാമ വരുന്നത്, രാധ വരുന്നത്, പിന്നെ ബാക്കിയുള്ള ലൈനുകളുണ്ട് അവരെല്ലാരും വരുന്നത്. അവരുടെ ഓരോരോരോരോരോ അവതാരങ്ങളും. കാരണം ആ ജന്മത്തിൽ അവരങ്ങനെ വരണം എന്നുള്ള ഒരു നിയോഗം ഉണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ. അതുപോലെ മഹാവിഷ്ണുവിന്റെ ഇതില് കൃഷ്ണൻ വരുന്നു. അതുപോലെ അർജുനനെ കൃഷ്ണനായിട്ട്, കൃഷ്ണൻ തന്നെയാ നരനാരായണന്മാര്, കൃഷ്ണൻ തന്നെയാണ് അർജുനൻ, അർജുനൻ തന്നെയാണ് കൃഷ്ണൻ. അങ്ങനെ നമുക്ക് പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് പുരാണങ്ങളൊക്കെ നമുക്ക് വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. അപ്പൊ നമ്മള് വായിച്ച ഒരു അടിസ്ഥാനത്തില് നമുക്ക് അറിയാവുന്ന പുരാണം കഥ ഇതാണ് ഗൈസ്. ഇങ്ങനെയാണ് പാരിജാതം നമ്മുടെ ഭൂമിയിലേക്ക് വന്ന കഥ. എങ്ങനെയാണ് ആക്ച്വലി സ്വർഗത്തിലുള്ളത് പറഞ്ഞല്ലോ, പാലാഴി കടഞ്ഞപ്പോ വന്നു. പാരിജാതം ഇങ്ങനെ വന്ന ഈ ഒരു കഥയെ അറിയുള്ളൂ പറയാം. ഇല്ല, നമുക്കറിയുന്ന ഈ സ്റ്റോറിയാണ്. അപ്പൊ പാലാഴി കടഞ്ഞിട്ട് നമ്മുടെ പാരിജാതം
സ്വർഗത്തിലേക്ക് വന്നു. അങ്ങനെ അത് ഭൂമിയിലേക്ക് കൃഷ്ണൻ കൊണ്ടുവന്ന സ്റ്റോറി ഇതാണ് ഗൈസ്. അപ്പൊ നമുക്കറിയുന്ന കഥ ഇതാണ്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാരിജാതന്മാരെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് സ്വർഗമായി ഇല്ല അല്ലേ? നമ്മുടെ വീടും സത്യം പറഞ്ഞാൽ സ്വർഗതുല്യമായിട്ടിരിക്കുകയാണ് ഗൈസ്. അല്ലേ പറ്റി? പൂക്കളിൽ എത്ര പൂക്കളാ വീണ് നല്ലതുണ്ടായിട്ട് ഞാനിത് പൂക്കൾ വർഷിക്കാൻ പോകണം. ഹായ്, ദേവന്മാരൊക്കെ മുകളിൽ നിന്ന് പൂക്കൾ വർഷിക്കും എന്ന് പറയുന്നത് എന്തെങ്കിലും സന്തോഷ വാർത്തയൊക്കെ ഉണ്ടാകും അതേപോലെ. അപ്പം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ പാരിജാത പൂക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ വീഴുന്നതും. ഇല്ലേ പറ്റി? എല്ലാ പൂക്കളുകളും അതെ. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്കും ഒരുപാട് പൂക്കളുകൾ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ കുറെ പൂക്കളുകൾ എന്താ ചെയ്തെന്ന് ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലേ ബാബാറ്റി? അപ്പം ഇതുണ്ടോ വീണോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ആയിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല, നമ്മുടെ പാരിജാത മരത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ മിന്നാമിനുങ്ങുകൾ ധാരാളം നമ്മുടെ ഈ പാരിജാതത്തില്. അത് അവരുടെ ഒരു സമയമാണ്. ഏപ്രിൽ മെയ് മാസത്തില് ഈ പാരിജാതം പൂക്കുന്ന സമയമാകുമ്പോഴേക്കും നിറച്ച മിന്നാമിനുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഫുൾ ഉണ്ടാവൂലേ. ഈ പാരിജാത ബാക്കിയുള്ള മരങ്ങളിലും ഉണ്ടാവും. പക്ഷെ ഈ പാരിജാത മരത്തിൽ ഈ പൂക്കളുടെ ഒക്കെ ഇടയ്ക്ക് യെല്ലോ ലൈറ്റ്സ് നമ്മളിങ്ങനെ ആവരണമായിട്ട് ഇടില്ലേ, അതേപോലെ നിറച്ചു ഈ മിന്നാമിനുങ്ങൾ നമ്മുടെ എന്താ പറയാ പാരിജാത മരത്തില് നിറച്ചിങ്ങനെ. എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോ മരം ഇങ്ങനെ തിളങ്ങും, പിന്നെ മങ്ങും, പിന്നെ ഇങ്ങനെ തിളങ്ങും, പിന്നെ മങ്ങും. അതൊരു അടിപൊളി കാഴ്ച. ക്യാമറ ശരിക്കും നമുക്ക് കിട്ടില്ല, എന്താ സംഭവം മനസ്സിലാ. പക്ഷെ നേരിട്ട് ആ കണ്ണ് കാണണം. 1000x സൂം വേണം. അതെ, നമ്മൾ കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ് നിറച്ചും നമ്മള് ലൈറ്റ് ഇട്ട പോലെ നിറച്ചും മിന്നാമിനുകളാണ് അല്ലേ പറ്റി. അതൊക്കെ ഒരു മോസ്റ്റ് കാഴ്ച, വലിയ വലിയ മെമ്മറീസും വലിയ വലിയ ഭാഗ്യങ്ങളും തന്നെ നമ്മൾ ശരിക്കും പറയണം. അപ്പൊ എനിക്ക് പാരിജാതത്തിന്റെ കഥകളൊക്കെ ഗായ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാരിജാതത്തിന്റെ വലിയൊരു കഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. കാരണം നമ്മുടെ പാരിജാതം ഇവിടെ വന്നിട്ട് അമ്മച്ചി ഇതിപ്പോ നമ്മുടെ പാരിജാതം എത്ര വർഷമായി അമ്മച്ചി? ഏകദേശം കൊറേ നാളായോ അമ്മേ? അപ്പം 20 വർഷം അമ്മ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അത്രയും നാളായിട്ടുള്ളൂ നമ്മുടെ പാരിജാതം. പക്ഷെ പൂക്കാന്ന് പറയുമ്പോ കൊറേ വർഷമായിട്ട് ഇങ്ങനെ പൂത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ പറ്റി? ബ്രെയിൻ ഡെവലപ്മെന്റ് പാരിജാതം പൂക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്മെല്ല്, പിന്നെ അതുപോലെ തന്നെ പാരിജാതത്തിന്റെ എന്തോ ഒരു കാര്യം ഞാൻ മോസ്റ്റ് പറയാൻ വന്നായിരുന്നു, എന്നെ മറന്നു. കൊമ്പ് പറിച്ചിട്ട് നമുക്ക് ഇത് നട്ട് തൈകളാക്കണം. കാരണം നമ്മുടെ ഈ വഴിയുടെ അരികിൽ കൂടിയൊക്കെ പാരിജാതത്തിന്റെ മരങ്ങൾ നിൽക്കുന്ന എന്ത് ഭംഗിയായിരിക്കും അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല നല്ല തണൽ മരമാണ്. ശരിക്കും എനിക്ക് ക്രിസ്മസ് ട്രീ പോലെ തോന്നുന്നു. കാരണം അത്ര ഹൈറ്റിലാണ് പോയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഹൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടോ പേര് സ്ഥലം കിട്ടും. मजा पोजा मी जाना मैं जाना मजे ना पोजा ना मी जाना मैं जाना मजे ना पोजा मी जाना मैं जाना मजे ना पोजा ना मी जाना 2x मी जाना मैं जाना मजे ना पोजा ना मी जाना मैं जाना मजे ना पोजा मी जाना मैं जाना मजे ना पोजा जाना मैं जाना मजे ना पोजा ना मी जाना मजे ना मी जाना അങ്ങനെ 1 2 3 ഡെഡിക്കേഷൻ നിർമ്മിച്ച പാട്ടും ഡാൻസുമാണ്. ഞങ്ങൾ ഡാൻസും പാട്ടും നിർമ്മിച്ച് ഞങ്ങള് ഒരു ദിവസം അവതരിപ്പിക്കുന്ന പാട്ടാണ്. സ്കൂളിൽ പോയതാണ്. പങ്കനും കൂടി വന്നിട്ട് നമുക്ക് പഠിത്തത്തിൽ നിർത്തും. അതന്നെ മീജാനോ മേജാനോ മജയാനോ പൊജയാനോ മീജാനോ മേജാനോ മജയാനോ പൊജയാനോ. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പാരിജാതത്തിന്റെ ഒരു ലുക്കും കൂടി നമുക്ക് കാണാം.
പൂത്തലയാക്കിയിട്ടുണ്ട്. അപ്പോൾ ധാരാളത്തിനുള്ള കുറേ പൂക്കൾ ഞാൻ പെറുക്കി എൻ്റെ തലയിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൈവം മോളിൽ നിന്നിട്ട് എൻ്റെ തലയിലേക്ക് വർഷിച്ചതാണ് ഞാനിട്ടതല്ല. ഏതാ വിശ്വാസം എന്ന് പറയണം. അപ്പം നമ്മുടെ മോസ്റ്റ് പാരിജാതന്മാരത് ആ ചക്കരക്കൂട്ടനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം എല്ലാ വർഷവും നമുക്ക് വേണ്ടി പൂക്കളൊക്കെ പൊഴിച്ചെന്ന് നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചക്കര മരത്തിൻ്റെ ചക്കര ഉമ്മയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ പാരിജാത മരത്തിനുണ്ടാവും. മേത്തത്തെ തോലൊക്കെ പോകുന്നുണ്ടാവണ്ടേ ലേറ്റേ. അപ്പം ഈ ഒരു മരം നമുക്ക് ഇവിടെയുള്ളത് നമ്മുടെ വരം തന്നെയാണ്. സ്വർഗത്തിലെ മരം ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പപ്പേനോട് മോസ്റ്റ് ആയിട്ട് താങ്ക് യു സോ മച്ച് പപ്പേ. അപ്പം നമ്മൾ ഈ മരങ്ങളെ സൂക്ഷിക്കുകയും മരത്തിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇനിയും ഉണ്ടാക്കും അല്ലേ ഗൈസ്? അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ പാരിജാതത്തിന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ ഗൈസ് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഇത്രയും പൂക്കൾ ഞാൻ എങ്ങനെ ഇരുന്ന് പറിക്കാന്നറിയോ? ഇരുന്ന് മടുത്തുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ഗൈസ്. ടാറ്റാ. നമ്മുടെ വീടിന്റെ ഒറ്റ മുമ്പിലാണ് ഈ മിറ്റം. ഈ മിറ്റത്തിന് നച്ച പൂക്കളുണ്ട്. പിന്നെ മിറ്റത്തിന്റെ തൊറ്റ മുമ്പിലാണ് പാചകം മരമല്ല ഇത്. അപ്പൊ നച്ച പൂക്കളുണ്ട്. നച്ച പൂക്കളാകും. നച്ച പൂക്കളുണ്ടാക്കും.